സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് 10ന്റെ SSL ഫസ്റ്റ് ചാപ്റ്റർ ആണ്, പാർട്ട് 3. പാർട്ട് 1, പാർട്ട് 2ന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ലോക ചരിത്രത്തെ, അതായത് വേൾഡ് ഹിസ്റ്ററിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രാചീന കാലം, മധ്യകാലം, ആധുനിക കാലം. അതായത് ഏഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഏഷ്യൻ പീരീഡിന്റെ കാലഘട്ടം വരുന്ന 5ാം നൂറ്റാണ്ട് വരെ, മിഡീവൽ പീരീഡിന്റെ കാലഘട്ടം വരുന്നത് 15ാം നൂറ്റാണ്ട് വരെ, മോഡേൺ പീരീഡ് 15ാം നൂറ്റാണ്ട് കഴിഞ്ഞുള്ള കാലഘട്ടമാണ്. ഇറ്റാലിയൻ ചരിത്രകാരായ ഫ്ലാവിയോ ബിയോണ്ടോയും ലിയാൻഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇക്കാലത്ത് ചരിത്രരചനയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുള്ള മാറ്റം നമുക്ക് ചരിത്രരചനയിലും കാണാൻ കഴിഞ്ഞു. മധ്യകാലഘട്ടങ്ങളിൽ ചരിത്ര സംഭവങ്ങൾ എന്തിൻ്റെ ബേസിലായിരുന്നു? ദൈവ സൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറാണെന്ന കാഴ്ചപ്പാട് മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ നവോത്ഥാന കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. കാരണം എന്തായിരുന്നു? ഈ ഒരു കാലഘട്ടം, നവോത്ഥാന കാലഘട്ടം ഇമ്പോർട്ടൻസ് നൽകിയത് മനുഷ്യ കേന്ദ്രീകൃത ആശയങ്ങൾക്ക് ആയിരുന്നു. കൂടാതെ ആർക്കിയോളജിക്കൽ എവിഡൻസ്, പുരാവസ്തുക്കൾക്കും ചരിത്രരചന ഈ ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുവാനായിട്ട് ആരംഭിച്ചു. ചരിത്രകാരന്മാർ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് നൽകാൻ ആരംഭിച്ചു? ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾ ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കയ്യെഴുത്ത് പ്രതികൾ ശേഖരിക്കുവാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. മാനവികതയുടെ, അതായത് ഹ്യൂമാനിസത്തിന്റെ കടന്നുവരവോടുകൂടി ചരിത്രരചനയെ വിമർശനങ്ങൾക്ക്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് സ്ഥാനം ലഭിച്ചു. മധ്യകാലഘട്ടങ്ങളിൽ നിലനിന്ന കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങളും കൈയടക്കി. ഈ ഒരു കാലഘട്ടം ഇമ്പോർട്ടൻസ് നൽകിയത് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ആയിരുന്നു. അടുത്ത ടോപ്പിക്ക് നവോത്ഥാനവും ശാസ്ത്രവും. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായി ഒരു അടിത്തറയിട്ടു. പ്രപഞ്ചത്തിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് ദൈവിക ശക്തികൾ അല്ല എന്നും മറിച്ച് ഭൗതിക ശക്തികളാണെന്ന കാഴ്ചപ്പാടും ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് വച്ചു. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും അവരുടെ ചിന്തകളും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോളമിയാണ്. ടോളമി മുൻപോട്ട് വെച്ച സിദ്ധാന്തമാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം. ഈ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 16ാം നൂറ്റാണ്ട് വരെ ആളുകളും ഈ സിദ്ധാന്തത്തെ ശരിവച്ചു. എന്നാൽ പോളണ്ടുകാരനായ കോപ്പർനിക്കസ് ടോളമിയുടെ ഈ ഒരു സിദ്ധാന്തത്തെ വെല്ലുവിളിച്ചു. കോപ്പർനിക്കസിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഈ ഒരു സിദ്ധാന്തത്തെ സൂര്യകേന്ദ്ര സിദ്ധാന്തം എന്ന് അറിയപ്പെട്ടു. കൂടാതെ തന്നെ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യന് വലയം വയ്ക്കുകയാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഗലീലിയോ ആൻഡ് കെപ്ലർ കോപ്പർനിക്കസിന്റെ കണ്ടെത്തലുകൾ കൂടുതൽ വ്യക്തമായി തെളിയിച്ചു. സൂര്യനിൽ നിന്നുള്ള ദൂരത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസമുണ്ടാകുമെന്ന് കെപ്ലർ കണ്ടെത്തി. ഗലീലിയോ അദ്ദേഹം നിർമ്മിച്ച് ദൂരദർശി, അതായത് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളും ശനിയുടെ വലയങ്ങളും കണ്ടെത്തുകയും കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം ശരിയാണ് സ്ഥാപിക്കുകയും ചെയ്തു. കെപ്ലറുടെ കണ്ടെത്തലുകൾ 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഐസക് ന്യൂട്ടന് ഗുരുത്വാകർഷണ സിദ്ധാന്തം, തിയറി ഓഫ് ഗ്രാവിറ്റി ആവിഷ്കരിക്കാൻ ശക്തമായ പ്രചോദനമായി. നിങ്ങൾ തിയറി ഓഫ് ഗ്രാവിറ്റിയെ പറ്റി മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നവോത്ഥാന കാലഘട്ടങ്ങളിൽ വൈദ്യശാസ്ത്ര രംഗത്തും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തികളാണ് പാരാസെൽസസ്, പിന്നെ ഉള്ളത് ആൻഡ്രിയസ് വെസാലിയസ് ആണ്. പാരാസെൽസസ് സ്വിറ്റ്സർലാൻഡുകാരനാണ്. ഇദ്ദേഹം രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയ്ക്കുള്ള പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. രണ്ടാമത്തെ വ്യക്തിയാണ്
ആൻഡ്രിയസ് വെസാലിയസ്. ഇദ്ദേഹം മനുഷ്യശരീരം കീറിമുറിച്ച് പരിശോധിച്ച് പഠിക്കുകയും ശരീരശാസ്ത്രത്തെ അനാട്ടമിക്ക് പുതിയ അറിവുകൾ ഈ കാലഘട്ടത്തിൽ നൽകുകയും ചെയ്തു. ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോർഷനാണ്, ടോപ്പിക്കാണ് മതനവീകരണം, അതായത് റിഫോർമേഷൻ. നവോത്ഥാന കാലഘട്ടം, അതായത് നവോത്ഥാനത്തിന്റെ സ്വാധീനം യൂറോപ്പിലെ റിലീജിയസ് മേഖലയും മതരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. കാത്തലിക് സഭയെ നിലനിന്നിരുന്ന ചില തെറ്റായ പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഇറാസ്മസിനെ പോലെയുള്ള മാനവികവാദികൾ രചിച്ച ആവേശഹാസ്യ കൃതികളും പിന്നെ ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനാറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് രൂപം നൽകാൻ ഒരു പശ്ചാത്തലം ഒരുക്കി. അപ്പോൾ ഇവരുടെ കൃതികൾ എന്ത് ചെയ്തു? ഈ ഒരു ഇതിനെതിരെ, അതായത് ആ കാലഘട്ടം നിലനിന്ന വിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് ഒരു കാരണമായി തീർന്നു. ഈ പ്രതിഷേധം ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു പാപവിമോചന പത്രങ്ങളുടെ വിൽപ്പന, അതായത് ഇന്റലിജൻസിന്റെ വിൽപ്പന. സഭ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു, പണം നൽകി ഈ ഒരു പാപവിമോചന പത്രം വാങ്ങിക്കഴിഞ്ഞ് അവർ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടാമെന്ന്. അപ്പോൾ ഇതിലൂടെ സഭയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു, ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന പണം ഉപയോഗിച്ച് വലിയ കത്തീഡ്രലുകളും ആശുപത്രികളും നിർമ്മിക്കുക. മതനവീകരണത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മാർട്ടിൻ ലൂതർ എന്ന ജർമ്മൻ പുരോഹിതന്റെ ഇടപെടൽ. അതായത് ജോഹാൻ ടെറ്റൽസൽ എന്ന സന്യാസി ഈ ഒരു പാപവിമോചന പത്രികയുടെ വിൽപ്പനയ്ക്ക് എവിടെ എത്തി? ജർമ്മനിയിലെത്തി. ഇതിൽ പ്രതിഷേധിച്ച് 1517 മാർട്ടിൻ ലൂതർ എന്ന ജർമ്മൻ പുരോഹിതൻ തന്റെ 95 പ്രബന്ധങ്ങൾ, 95 തീസ് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിൽ പതിപ്പിച്ചു. ഇതിലൂടെ അദ്ദേഹം മെയിൻലി ഉദ്ദേശിച്ചത് സഭയുമായി ഒരു ആശയപരമായിട്ടുള്ള സംവാദം മാത്രമായിരുന്നു. മാർട്ടിൻ ലൂതറിന്റെ ഈ പ്രതിഷേധം പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം, അതായത് മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ലൂതർ തന്റെ പ്രബന്ധങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ലത്തീൻ ഭാഷയിലായിരുന്നു തയ്യാറാക്കിയത്. കാരണം അദ്ദേഹം ഇതിലൂടെ മെയിൻലി ഉദ്ദേശിച്ചത് സഭയുമായിട്ടുള്ള ഒരു ആശയ സംവാദം മാത്രമായിരുന്നു. എന്നാൽ ചിലർ എന്ത് ചെയ്തു? ഇത് ജർമ്മൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഇതോടെ അദ്ദേഹം സഭയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ജർമ്മനിയിലെ സർവകലാശാലകളും ഈ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. പുരോഹിതന്മാരുടെ അമിത അധികാരവും നികുതി പിരിവും ഇഷ്ടപ്പെടാതിരുന്ന ഒരുപാട് രാഷ്ട്രീയ ഭരണാധികാരികളും ലൂതറിന്റെ മതനവീകരണത്തിന് ശക്തമായ പിന്തുണ നൽകി. മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ നടന്ന മതനവീകരണ പ്രസ്ഥാനം കത്തോലിക്ക സഭയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഒരു ആശയങ്ങളുടെ പ്രചാരം തടയാനും കത്തോലിക്ക സഭയെ സ്വയം നവീകരിക്കാൻ വേണ്ടി സഭയ്ക്കുള്ളിൽ തന്നെ ആരംഭിച്ച ശ്രമങ്ങളെ പറയുന്ന പേരാണ് പ്രതിമത നവീകരണം, അതായത് കൗണ്ടർ റിഫോർമേഷൻ. ഇതിനെ കത്തോലിക്ക മത നവീകരണം എന്നും പറയാറുണ്ട്. കൗണ്ടർ റിഫോർമേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്തു പകർന്നത് സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലോയോള സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സന്യാസ സഭയാണ്. സഭയുടെ പേരെന്താണ്? സൊസൈറ്റി ഓഫ് ജീസസ്. ഈ സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്ന ജെസ്യൂട്ടുകൾ എന്നാണ്. കഠിനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാത്ത അനുസരണവുമായിരുന്നു ഇവരുടെ പ്രത്യേകത. യൂറോപ്പിൽ ഉടനീളം മികച്ച വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും കത്തോലിക്ക സഭയുടെ നഷ്ടപ്പെട്ടു പോയ മേധാവിത്വം തിരിച്ചു പിടിക്കാൻ ശക്തമായ മതപ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. കൗണ്ടർ റിഫോർമേഷന്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡ് എന്ന സ്ഥലത്ത് സഭാ നേതൃത്വത്തിൽ പ്രധാന സമ്മേളനം, അതായത് സുനഹദോസ് വിളിച്ചു ചേർത്തു. ഈ ഒരു സമ്മേളനത്തിൽ സഭ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു. അതായത് മതരംഗത്തെ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കുക, മാർട്ടിൻ ലൂതർ ശക്തമായി എതിർത്ത പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന നിർത്തലാക്കുക, കൂടാതെ കുറച്ച് വിലക്കുകളും സഭ മുന്നോട്ട് വച്ചു. ഇതോടൊപ്പം വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടിക ഇൻഡെക്സ് എന്ന പേരിൽ സഭ പ്രസിദ്ധീകരിച്ചു. കൂടാതെ മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതികൾ സഭ ഈ സമയത്ത് പുനഃസ്ഥാപിച്ചു.
നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. എന്താണ് മതനവീകരണം, എന്താണ് പ്രതിമത നവീകരണം? മതനവീകരണം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ തെറ്റുകൾക്കെതിരെ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ സഭയ്ക്ക് പുറത്ത് നടന്ന പ്രതിഷേധമാണ് മതനവീകരണം. എന്നാൽ പ്രതിമത നവീകരണം, കൗണ്ടർ റിഫോർമേഷൻ പറയുന്നത് ഈ നടന്ന പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തെ ചെറുക്കാൻ കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിൽ നിന്ന് സ്വയം നടത്തിയ തിരുത്തലുകളാണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. മതനവീകരണം കത്തോലിക്ക സഭയിലെ തെറ്റുകൾക്കെതിരെ നടന്ന പ്രതിഷേധമാണ്. പ്രതിമത നവീകരണം എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തെ ചെറുക്കാൻ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നടത്തിയ തിരുത്തലുകൾ. കൂടാതെ തന്നെ കല, സാഹിത്യം, ചരിത്രം, ശാസ്ത്രം, മതം എന്നീ മേഖലകളിൽ നവോത്ഥാനത്തിന്റെ പങ്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമിൽ ഇതിന് ഏതെങ്കിലുമൊക്കെ ചോദിക്കും. ചിലപ്പോൾ രണ്ടും തമ്മിൽ ഇപ്പോൾ കലയും സാഹിത്യത്തിലും വന്ന മാറ്റങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ്, ഈ പാർട്ടോട് കൂടി നമ്മുടെ ക്ലാസ് 10ന്റെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും, ഇങ്ങനത്തെ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.